ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ ശിൽപ. അപ്പോൾ ഇന്നൊരു ലേസി സൺഡേ ആണ്. ഇന്ന് ഒന്നും ചെയ്യണ്ടെന്ന് തോന്നുന്ന ഒരു സൺഡേ ആണ്. ബിക്കോസ് ഇന്ന് ഭയങ്കര മഴയാണ് പുറത്ത്. ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രാവിലെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത മഴയാണ്. ഇപ്പോഴും നല്ലപോലെ മഴ പെയ്യുന്നില്ല. ഒരു 10-15 മിനിറ്റ്സ് മുമ്പേ ആണ് മഴ പെയ്യുന്നത് നിന്നത്. പക്ഷേ ഇപ്പോഴും ഫുൾ ഇങ്ങനെ ഒരു ഫോഗി ക്ലൗഡി ഇഫക്റ്റാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും മഴ പെയ്യും. ഇങ്ങനെ തന്നെ മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും നാളെ ലീവും കിട്ടും. ഇങ്ങനെ മഴ പെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഇരുന്നപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടെ ഞങ്ങളൊരു സ്ഥലത്ത് പോകാറുണ്ട്, ഗ്രീനി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു സ്നാക്സും പിന്നെ ഷേക്സും അതങ്ങനെ. ഷേക്കോ? അതെ, ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷേക്ക്, അതിന് അവിടുന്ന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷേക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷേക്ക്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം, കോഫി ടീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ടാണ് മിക്കവാറും അവിടെ പോകുന്നത്. സ്കൂളിൽ ഇങ്ങനെ ഭയങ്കര ഓവർ സ്ട്രെസ് ആവുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു. പിന്നെ അവിടെ ഫുൾ ഗോസിപ്പായിരിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്ന സാധനമാണ്. അവിടുത്തെ ടീ സൂപ്പറാണ്. അവിടുത്തെ ജിഞ്ചർ ടീ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ചീസ് ചില്ലി ടോസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഒരു ക്രേവിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ക്ലൈമറ്റും അടിപൊളിയാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇന്ന് പുറത്ത് പോയിട്ടില്ല. സാധാരണ സൺഡേ പുറത്ത് പോകാറുള്ളതാണ്. ഇന്ന് മഴ ആയത് കാരണം ഇന്ന് പുറത്തും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈ നോട്ട് മേക്ക് ദിസ് അറ്റ് ഹോം. അതുകൊണ്ട് ഞാൻ സെപ്റ്റോന്ന് ഫുൾ ഓർഡർ ചെയ്തു. എല്ലാ ഐറ്റംസും ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ലേസി ഫീൽ ആവുക. ഉണ്ടാക്കാനൊന്നും വയ്യ, പക്ഷെ ആ ഒരു ക്രേവിങ് കാരണം ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിൽ നിൽക്കുക. ഭയങ്കര ലേസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ്, അടിപൊളി ക്ലൈമറ്റ്. ഒരു 2-3 ദിവസം ലീവ് കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എനിവേസ്, ലീവായിട്ടും ഇന്ന് ഞാൻ കുറേ വർക്ക്ഷീറ്റ് ചെക്ക് ചെയ്തു, ഇവാലുവേഷൻ ചെക്ക് ചെയ്തു. പിന്നെ എൻ്റെ അസംബ്ലി വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ റെഡിയാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ റൂം ക്ലീൻ ആക്കി. ലേസി എന്നൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ എനിവേസ്, ഞാനപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുളിച്ച് റെഡിയായി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ചായ റെഡിയായിരുന്നു ഗൈസ്. അപ്പോൾ ചായ എൻ്റെ അമ്മ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ചായ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് പതുക്കെ നമുക്ക് ഗ്രീൻ ചില്ലി ടോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ഫോഗി ആയിട്ടിരിക്കുകയാണ്. മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് മോസറേല ചീസ്, ഷ്രെഡഡ് മോസറേല ചീസ്, ബട്ടർ ആൻഡ് ഗ്രീൻ ചില്ലി. ഇത് 3 മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് മിക്സ്ഡ് ഹേർബ്സ് ഇടുന്ന ആൾക്കാരും ഉണ്ട്, അതിലും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഇടുന്നതാണ് എനിക്കിഷ്ടം. ഇത് 3ഉം കൂടെ നമ്മൾ ഒരു പേസ്റ്റ് രീതിയിൽ നല്ല പോലെ ആക്കിയെടുക്കണം, മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട്, ഈ ബ്രെഡിൻ്റെ പുറത്തോട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഗ്രീൻ ചില്ലീസ് നിങ്ങൾക്ക് അധികം ആഡ് ചെയ്യേണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ സ്പൈസ് ലെവൽ അനുസരിച്ചാണ് ഗ്രീൻ ചില്ലി ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ശേഷം പിന്നെ ഇതിൻ്റെ പുറത്ത് പിന്നെയും മോസറേല ചീസ് കുറച്ച് ആഡ് ചെയ്യണം. എന്നിട്ട് എനിക്ക് ബേസിൽ നല്ലപോലെ ക്രസ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത് പാനിലാണ് ഹീറ്റപ്പ് ആക്കിയത്. പാനിൽ ഹീറ്റപ്പ് ആക്കിയിട്ട് ഒരു ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ്സ് മാത്രം മതി ഇത് ആവാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. കണ്ടോ, ഇത് നല്ല പോലെ മെൽട്ടായിട്ടുണ്ട്. 5 മിനിറ്റ്സേ ഇരുന്നിട്ടുള്ളൂ. നല്ല പോലെ മെൽട്ടായിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് നല്ല പോലെ വരുന്നുണ്ട് ചീസിൻ്റെ. അങ്ങനെ എൻ്റെ ചീസ് ചില്ലി ടോസ്റ്റ് റെഡിയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു
ദോശയും ഉണ്ടാക്കി. സി കുറേ ദിവസമായിട്ട് തുടങ്ങിയ ക്രേവിങ്സ് ആണ്. ഫൈനലി ഇപ്പോഴാണ്. ഞാനൊന്ന് കഴിക്കട്ടെ. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇത് ഒരു രസം. പക്ഷെ ഇത് ചൂടാറി, ബിക്കോസ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക്, ബുൾസ ഉണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് അത് ഇതായി. അടിപൊളി. ആക്ച്വലി രസമുണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അടിപൊളി, എനിക്കിഷ്ടമായി. എഗ്ഗും അടിപൊളി. എഗ്ഗിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ബുൾസൈയാണ്. അതിനകത്ത് ഞാൻ സോൾട്ട് മാത്രമേ ഇട്ടുള്ളൂ, പെപ്പർ ഇട്ടില്ല. ഞാനിത് കഴിച്ചിട്ട് കാണാവേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ചീസ് ചില്ലി ടോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. പ്ലേറ്റ് ക്ലീൻ ആക്കേണ്ട ആവശ്യം പോലും ഇല്ല, അതുപോലെ ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബിക്കോസ് ഇന്ന് അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിട്ട് എടുത്ത വ്ളോഗൊന്നുമല്ല. പിന്നെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി. കാരണം കുറേ ദിവസമായിട്ട് ഒരു ക്രേവിങ് ഉള്ളത് കാരണം ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അത് വ്ളോഗ് എടുക്കണമെന്ന് തോന്നിയത് കാരണം എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നിപ്പോൾ എനിക്ക് അടുത്ത ടെൻഷൻ എൻ്റെ മൈക്ക് വർക്ക് ആവുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല. ഇത്രയും നേരം വർക്ക് ആയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ വോയിസ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി റെക്കോർഡിങ് നിർത്തിയത്. അപ്പോൾ ഇനി അതൊരു പ്രശ്നമാണ്. ഇനി എനിക്ക് മൈക്ക് ഓർഡർ ചെയ്യണം. പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാം കൂടെ ഒരുമാതിരി ഒരു അവസ്ഥയാണ്. എൻ്റെ ഫോൺ താഴെ വീണു. ഫോണൊന്നും പറ്റിയിട്ടില്ല, ബട്ട് ഫോൺ താഴെ വീണു. അത് കഴിഞ്ഞ് ഞാൻ ഫോണെല്ലാം സെറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ ഒരു ബ്ലറായിട്ടായിരിക്കും തോന്നുന്നത്. അത് ബിക്കോസ് ഒന്ന് ലൈറ്റിൻ്റെ ഇഷ്യൂ ആണ്, ഒന്ന് എൻ്റെ റിംഗ് ലൈറ്റ് വർക്ക് ആവുന്നില്ല. ഇന്ന് മൈക്ക് വർക്ക് ആവുന്നില്ല, റിംഗ് ലൈറ്റ് വർക്ക് ആവുന്നില്ല, ഫോൺ താഴെ വീണു. എന്താണെന്നറിയില്ല, ഇന്ന് എന്തോ ഗാഡ്ജറ്റ് ഭൂതം എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേസ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും. ഞാനൊന്ന് പണിഞ്ഞ് നോക്കട്ടെ എന്താ സംഭവം. എനിവേസ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഷെയറും ചെയ്യുക. ബൈ.